കരാട്ടെ ഇഷ്ടമുള്ളവരും കരാട്ടെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഉപകാരപ്രദമായ നമ്മുടെ അണ്ടിക്കാട് KGM സ്കൂളിലായിരുന്നു ഇന്ന് കരാട്ടെ ഓപ്പണിങ്ങിനായിട്ട് ബോധിധർമ്മ അക്കാദമിയിൽ വന്നവരാണ് കരാട്ടയുടെ ചെയ്യുന്നത്. അത് നമുക്ക് ക്ലാസ് എടുക്കുന്നത് ഇത് പിന്നെ കുട്ടികൾക്ക് പ്രാക്ടീസ് എന്ന് പറഞ്ഞ പോലെ എന്താണെന്നറിയാൻ ചെയ്തതാണിത്. ഫസ്റ്റ് ക്ലാസ് കൊടുക്കുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അറിയാമോ ചെറിയൊരു മിസ്റ്റേക്കൊക്കെ വന്നു. ആ കത്ത് ഒന്ന് ഇവരൊന്ന് കഥാ തയ്ക്കാൻ നോക്കാൻ വേണ്ടി ഇതാണ് അതിന്റെ യഥാർത്ഥ രൂപം. ഓക്കെ, ഇനി ഇവര് ഒരു എല്ലാ ഡയറക്ഷനിലേക്കുള്ള മൂവ്മെന്റ്സുകളാണ് ഈ ബാസ്തായിൽ വരുന്നത്. ഇപ്പൊ നമ്മൾ കത്ത കണ്ടു. കത്ത് ഇപ്പൊ പെട്ടെന്ന് നിങ്ങളെ ഒരാള് റോട്ടിൽ കൂടെ നടന്നു പോവാണ്, മക്കള് കൈ കയറി പിടിച്ചു. ഓക്കെ, നിങ്ങൾ വേറെ ആരും ഇല്ല റോട്ടില്, പെട്ടെന്ന് വന്ന് കൈ കയറി പിടിച്ചു. എന്താ ചെയ്യാ? നിങ്ങൾ എന്താ ചെയ്യാ? കരയോ? ഒന്നും ചെയ്യില്ല? അലറി വിളിക്കോ? അടിക്കും? നിങ്ങളെയൊക്കെ വലിയൊരാളാണ്. അല്ല, അടിക്കാൻ അങ്ങോട്ട് എത്തില്ല. അപ്പൊ എന്ത് ചെയ്യാ? ചെറിയ ചെറിയ കൗശലങ്ങൾ ഉപയോഗിക്കണം. ഇപ്പൊ നിങ്ങൾ വലിയ ആളുണ്ട്, നിങ്ങളെ പോലുള്ള ചിലപ്പോൾ തന്നെ ഇപ്പൊ ഇയാളിങ്ങനെ നടന്നു പോവാണ്. സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണ് കേട്ടോ, സിമ്പിൾ ടെക്നിക്കാണ്. കരാത്തെ ഒരിക്കലും ശക്തിയല്ല, കൗശലങ്ങൾ ഉപയോഗിക്കണം. നമ്മളെയൊക്കെ ശക്തിയുള്ള ആൾക്കാരുടെ മുന്നിൽ നമ്മൾ കൗശലങ്ങൾ ഉപയോഗിച്ചിട്ടാണ് രക്ഷപ്പെടേണ്ടത്. ഇപ്പൊ ഇയാള് ഇത് കമ്പയർ ടു അവന്തികേനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അയാൾ നല്ല ശക്തിയാണ്, നല്ല ആരോഗ്യമുള്ള, നല്ല ഹൈറ്റൊക്കെ ഉള്ള ആളാണ്. അപ്പൊ വന്നിട്ട് പെട്ടെന്ന് കൈ കയറിപ്പിക്കും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇങ്ങനെ എനിക്ക് വലിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പോരും. അതിന് കാരണമുണ്ട്. ഓക്കെ, ഇങ്ങനെ വലിച്ചാൽ ഈസി അല്ല, ബിക്കോസ് 4 വിരലുകളുടെ ശക്തിയുണ്ട്. ഇത് ഒരു വിരലാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ, ഈ വീക്കായിട്ടുള്ള ഏരിയയിലൂടെ തിരിച്ചു വെരി വീക്ക്. ഇവന്ന് കഴിഞ്ഞാൽ ഭയങ്കര വീക്കാണ്. മടക്കി കഴിഞ്ഞാൽ നിർത്താൻ പോകുന്ന സാധ്യത. ഓക്കെ, സിമ്പിളായി പെട്ടെന്ന് പോകുമ്പോൾ കഴുത്തിൽ ഒരാൾക്ക് ഓക്കെ, ഇതിലേക്ക് മാറ്റാം. ഇതിലെ പവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ അത് പെട്ടെന്ന് കൊണ്ടും ഈ പവർ കടത്തി വന്നു കഴിഞ്ഞാൽ എത്ര ശക്തിയുള്ള അത് വിടും. ഓക്കെ, സിമ്പിൾ ടെക്നിക്കാണ്, ഒരാൾക്ക് പിടിച്ചിരിക്കാൻ പറ്റും. ഓക്കെ,
രണ്ട് സൈഡ്. ഓക്കെ, ഇറ്റ്സ് കോൾഡ് ഇപ്പോൺ കുമിത്തെ. ഇപ്പോൺ കുമിത്തെ പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ഇപ്പോൺ. അത് നമ്മൾ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. നമുക്ക് രണ്ട് ടൈപ്പ് റിഫ്ലെക്സ് ആണുള്ളത്. ഒന്ന് കണ്ടീഷൻ റിഫ്ലെക്സ് ആൻഡ് അൺകണ്ടീഷണൽ റിഫ്ലെക്സ്. കണ്ടീഷൻ റിഫ്ലെക്സ് പറഞ്ഞാൽ നമ്മൾ നിരന്തരം ചെയ്തിട്ട് നമ്മളുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ഇമ്പൾസാണ്. ഒന്ന് നമുക്ക് ജന്മനാ കിട്ടുന്നതാണ്. ലൈക്ക് നമുക്ക് ചൂടുള്ള പാത്രത്തിൽ തൊട്ട് നമ്മൾ കൈവലിക്കും. പക്ഷേ നമ്മുടെ നെഞ്ഞത്തേക്ക് ഒരു കത്തി വരുമ്പോൾ അത് നെഞ്ഞത്തേക്കാണോ വരുന്നത് തലയിലേക്കാണോ വരുന്നതെന്ന് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അതിനാണ് കരാത്തെ റെഗുലർ ട്രെയിൻ. ഇവർ ചെയ്യാൻ പോകുന്നത് അവധികറ്റൊക്കെയാണ്. ഓക്കെ, ഫേസിലേക്ക് ഒരു അറ്റാക്ക് വരികയാണ്. മേ ബി അത് ഒരു തലയുടെ മുകളിലായിട്ട് ആയിരിക്കാം. നമ്മൾ ഫേസ് പഞ്ചായിട്ട് ചെയ്യുന്നു. അതിനൊരു കൗണ്ടർ അറ്റാക്കാണ് ഇവിടെ ചെയ്യുന്നത്. ഒന്നാമത്തെ ശ്രമിക്കുന്നു. ഓക്കെ, അതായത് തലയിലേക്ക് വന്നൊരു അറ്റാക്കിനെ Don't forget to mention. ഒരു ചെറിയൊരു കുട്ടി വന്നിട്ട് ചവിട്ടി കഴിഞ്ഞാൽ കുട്ടുകൊട്ടും. ഓക്കെ, ഈ ഏരിയ. ഓക്കെ, കഴുത്തിലേക്കാണ് അറ്റാക്ക് വരുന്നത്. നമുക്കിവിടെ ഇല്ല. അപ്പോൾ നമുക്ക് ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം നമ്മളെ കുട്ടികൾക്ക് വേണ്ടി. ഓക്കെ, ചെയ്യല. ഈ ചടങ്ങിന് ഔപചാരികമായി നന്ദി പറയുന്നതിനായിട്ട് നമ്മുടെ കോർഡിനേറ്റർ ലീന ടീച്ചറെ ക്ഷണിച്ചുകൊള്ളു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ വർഷത്തെ കരാത്തെ ഇനാഗ്രേഷനാണ്. വളരെ ഗംഭീരമായിട്ട് തന്നെ ഇവിടെ നടന്നു. ഈ ചടങ്ങിൽ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാനെത്തിയ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ ശാലിനി സന്ദീപ്, അധ്യക്ഷ പ്രസംഗം നടത്തിയ നമ്മുടെ PTA പ്രസിഡന്റ് അജിഷ അൻവർ, സ്വാഗതം നിർവഹിച്ച HM ജോഷി മാഷ്, അതുപോലെ തന്നെ ആശംസ അറിയിച്ച MPTA പ്രസിഡന്റ് പ്രവ്യ, ഇവിടെ എത്തിച്ചേർന്ന കരാത്തെ ക്ലാസ്സിന് നേതൃത്വം നൽകിയിട്ടുള്ള ഇൻസ്ട്രക്ടർ മനോജ് സർ, ഡെമോ നടത്തിയ കുട്ടികൾ, ഇവിടെ കോച്ചായി നടക്കുന്ന ഷാഹി, ക്ലാസ് നടത്തുന്ന ഷാഹി, അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമക്കൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, എല്ലാവർക്കും ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. രണ്ട് കാലും ചേർത്ത് വെച്ച് നിൽക്കുന്നു. പിന്നെ കാല് V ഷേപ്പിൽ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇതിന് നിൽക്കുന്ന ആദ്യം ഹൈസകുദാച്ചി, മുസുബിദാച്ചി, ഷോമനി 3.
അതിൽ ഓസ് വേണ്ട, സൈലന്റ് ആണ്. ദായ് സെൻസായി മാസ്റ്റർ, എൻ്റെ മാസ്റ്റർ അദ്ദേഹം ജപ്പാനിലാണ്, ജപ്പാൻ മാസ്റ്റർ നമ്മൾ പോയി. ദായ് സെൻസായി. പിന്നെ നിങ്ങൾ ക്ലാസ്സിലുള്ള സീനിയർ അല്ലെങ്കിൽ സെൻസായി, സെൻസായി എന്ന് പറഞ്ഞത് എന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്ലാസ് എടുക്കുന്ന ഷെഹീനൊക്കെ സെൻസായി പദവിയുള്ള ആൾക്കാരാണ്. സെൻസായി എന്ന് പറഞ്ഞാൽ ഹയർ ടീച്ചർ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾ. അതിനുശേഷം നമ്മൾ പരസ്പരം പോയി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നാട്ടിൽ പോയാൽ മതി. ഡോജോറി, ഈ സ്ഥലത്തിന് നമ്മൾ ഈ പഠിക്കുന്ന സ്ഥലത്തിനാണ് ഡോജോ എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് വളരെ പരിശുദ്ധമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ അക്രമങ്ങളൊന്നും പാടില്ല, വികൃതികളൊന്നും പാടില്ല, നല്ല അനുസരണമുള്ള കുട്ടികളായിട്ട് നിൽക്കണം. ഓക്കെ, അപ്പോൾ ഡോജോറി ഓക്കെ. യോയ് യോയ് ദാഷ്, യോയ് നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കുക. ആണ് യോയ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. ഗെറ്റ് റെഡി, ബോത്ത് മെന്റൽ ആൻഡ് ഫിസിക്കൽ അലേർട്ട്നെസ് ആണ് ഗെറ്റ് റെഡി എന്ന് പറയുന്നത്. നമ്മൾ ഞാൻ രസമായിട്ട് ഇങ്ങനെ നിൽക്കരുത്, ബി റെഡി. ഓക്കെ, രണ്ട് കൈ മുന്നേക്ക് എത്തിക്കുക. ഞാൻ പെട്ടെന്ന് കിടക്കണം, നമ്മൾ കുറേ എക്സസൈസുകൾ ചെയ്യാണ്ട് അല്ലെങ്കിൽ നമുക്ക് കിടക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി രണ്ട് കൈയും പകുതി വലിക്കുക കേട്ടോ. എച്ച് നിങ്, എച്ച് നിങ്, എച്ച് നിങ്. ഇനി ഒരു കൗണ്ടിൽ നേരെ വരണം. കൈ ഇങ്ങനെ പോവരുത്, കൈ നേരെ. ഷി ഗോ റോക്ക് സിച്ച് ടച്ച് ഗോ ഷൂ. അവർ സീനിയേഴ്സ് ഷൗട്ട് ചെയ്തു 10 കൗണ്ട്. ഷൂ എന്ന് പറഞ്ഞാൽ 10 നടത്തി. എച്ച് നിങ്, എച്ച് നിങ്, എച്ച് നിങ്. ഓക്കെ, ഇനി കൈ പിന്നിൽ പിടിക്കാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട മുന്നിൽ നിന്ന് പിന്നിലേക്ക് വലിച്ചു. ഇനി ഇത് മുന്നിലേക്ക് ഇടാ. എച്ച് നിങ് പകുതി, എച്ച് നിങ്, എച്ച് നിങ്, എച്ച് നിങ്. ഇനി മുഴുവനായിട്ട് എച്ച് നിങ്, എച്ച് നിങ്, എച്ച് നിങ്. ഓക്കെ, റിലാക്സ്. നിങ്, എച്ച് നിങ്, എച്ച്. ഇനി ഒരു കൗണ്ടിൽ എച്ച് നിങ്, സം, ഷി ഗോ റോക്ക് സിച്ച് ടച്ച് ഗോ ഷൂ. ഹാൻഡായി, ഹാൻഡായി മീൻസ് ചേഞ്ച്. Okay, let's touch, go, show. Okay, relax, relax. Go. Put on the rock, change, other hand. പെട്ടെന്ന് വലിക്കുക. ഇവിടെ ഒരു ചൂടുള്ള പാത്രത്തിൽ ടച്ച് പെട്ടെന്ന് വലിച്ചു. ഓക്കെ, ഓക്കെ. എച്ച് നിങ്, സം, ഷി ഗോ റോക്ക് സിച്ച് ടച്ച് ഗോ ഷൂട്ട്. ഓക്കെ, വെരി ഗുഡ്. ഇനി നമ്മൾ ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യണ്ടേ? സം, ഷി ഗോ റോക്ക് സിച്ച് ടച്ച് ഗോ ഷൂട്ട്. വെരി ഗുഡ്. ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് ലേഡി ഇൻസ്ട്രക്ടറായിട്ട് സിവിൽ സമ്പാദിയുടെ. അൺഫോർച്ചുനേറ്റ്ലി ഇന്നലത്തെ ട്രെയിനിങ്ങിലാണ് ഭയങ്കര, എല്ലാ ഞായറാഴ്ചയും നമുക്ക് ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ഇന്നലെ കുറച്ച് ഹെവി ട്രെയിനിങ് ആയിരുന്നു. അപ്പോൾ പുള്ളി കുറച്ച് ഇഞ്ചുറി ഒക്കെ പറ്റി, അത് കാരണം ഇന്ന് വരാൻ പറ്റാഞ്ഞു. പിന്നെ മകളെ +1 ചേർക്കേണ്ട ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ ഇവർ രണ്ടാളുണ്ടാവും. ഇടയ്ക്ക് ഞാൻ വന്ന് നോക്കുന്നുണ്ട്. താങ്ക് യു വെരി മച്ച് പാരൻസ്. താങ്ക്സ് ലോട്ട്. കോഴ്സ് അറിയാതെ